അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലോഡ് സിസ്റ്റേഴ്സ്, ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് റഹ്സാന അമീർ ഫ്രം കണ്ണൂർ അല്ലേ? കണ്ണൂരല്ലേ? അതായത് നമ്മുടെ പ്രസംഗ പരിശീലന ക്ലാസ്സിലൂടെ കിട്ടിയ ഊർജം, അതിലൂടെ കിട്ടിയ ഒരു 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 സ്പീക്കിംഗ് ടാലന്റ് അല്ലേ, അവരിന്ന് യൂസ്ഫുൾ ആക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മിഷ്കാത്ത് ഐ ഡി മിഷ്കാത്ത് ഗ്രൂപ്പിലുള്ള സിസ്റ്റേഴ്സ് ഇവരെ ക്ലാസ്സുകൾ കേട്ട് വിലയിരുത്തണം. ഇവർക്ക് എപ്പോഴും സപ്പോർട്ടീവായി കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ വബില്ലാഹി തൗഫീഖ്. റഹ്സാന അമീറിനെ സ്പീച്ചിന് വേണ്ടിയിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടാവില്ലേ? വോയിസ് കുറവാ. കുറവാണോ? ഞാൻ കൂട്ടി. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ക്ലിയർ ഇല്ലേ? ഓക്കെ. ഓക്കെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് ഇന്ന് എനിക്കിവിടെ സംസാരിക്കാൻ അവസരം കിട്ടിയത്. അൽഹംദുലില്ലാഹ്. സംസാരിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് മുമ്പേ ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു വഴി എനിക്ക് ഉണ്ടായിട്ടില്ല ആ സമയത്ത്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മുന്താസ്തയുടെ ഒരു ഗ്രൂപ്പ് വന്ന് മിഷ്കാത്തിൽ കണ്ടു, ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അൽഹംദുലില്ലാഹ്, ഇപ്പൊ അതിലൊരു സ്റ്റുഡൻറ്റും കൂടിയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഇടയിലാണ് സെലീൻ എന്നോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെ സംസാരിക്കണം. ഓക്കെ, അൽഹംദുലില്ലാഹ്, ഞാൻ റെഡിയായി. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഉമ്മ സഹോദരിമാരോട് ഒരപേക്ഷ. ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നതാണ്, അതുകൊണ്ട് എൻ്റെ വാക്കുകളിൽ വരുന്ന തെറ്റുകൾ പുറത്തു തരണമെന്ന് ഒരപേക്ഷ ഉണ്ട് എല്ലാവരോടും. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹത്തിലാക്കട്ടെ. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ കണ്ണുകളുടെ അനുഗ്രഹത്തെ കുറിച്ചാണ്. നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ റബ്ബിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അല്ലേ? അപ്പൊ നമ്മുടെ റബ്ബ് നൽകാത്ത ഒരനുഗ്രഹവും നമ്മൾ ഇവിടെ ആസ്വദിക്കുന്നില്ല. അത് നമ്മുടെ റബ്ബ് പരിശുദ്ധ ഖുർആനില് സൂറത്തു നഹ്ലിൽ ഒരു വാക്കുണ്ട്, പറയുന്നുണ്ട്, വ ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന പക്ഷം അത് നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ സാധിക്കുകയേയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൂട്ടത്തില് അള്ളാഹു ചില പ്രത്യേക അനുഗ്രഹങ്ങളെ എണ്ണി ചോദിക്കുന്നതായിട്ട് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അങ്ങനെ പ്രത്യേകമായിട്ട് അള്ളാഹു നമ്മളോട് അങ്ങനെ ഒരു അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സവിശേഷത ആ അനുഗ്രഹങ്ങൾക്ക് ഉണ്ടാവും, അല്ലെ? അങ്ങനെയുള്ളൊരു ചോദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട് സൂറത്തുൽ ബലദില്. അലം നജ്അൽ ലഹു ഐനൈൻ, അലം നജ്അൽ ലഹു ഐനൈൻ. നിങ്ങൾക്ക് ഞാൻ രണ്ട് കണ്ണുകൾ നൽകിയില്ലേ? ഇതൊരു ഭയങ്കര ചോദ്യമല്ലേ? അപ്പോ ഈ ചോദ്യത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ അനുഗ്രഹത്തിന്റെ വലിപ്പം നമ്മൾ അറിയണ്ടേ? ഞാനൊരു ഉദാഹരണം ഇവിടെ പറയാം. എനിക്കൊരാള് 50,000 രൂപയുടെ നോട്ട് ഇട്ടു. അപ്പൊ എനിക്ക് അത് സാധാരണ ഒരു പേപ്പറായിട്ട് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് അതിന്റെ വാല്യൂ ഒന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പൈസ തന്ന ആളോട് പ്രത്യേകിച്ചൊരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു നന്ദിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അതേ സമയത്ത് അതിന്റെ വാല്യൂ എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ ആ തന്ന വ്യക്തിയോട് എനിക്ക് ഭയങ്കരമായ സ്നേഹം ഉണ്ടാവും. അതുപോലെ ഞാൻ അവരോട് ഭയങ്കരമായി തിരിച്ചങ്ങോട്ട് നന്ദിയും കാണിക്കും, അല്ലെ? അതുപോലെ തന്നെയാണ് കണ്ണ് എന്ന മഹാ അനുഗ്രഹത്തെ കുറിച്ച്. നമ്മൾ ബോധവാന്മാരാകുമ്പോൾ മാത്രം നമുക്ക് തിരിച്ച് അത് തന്ന നമ്മുടെ റബ്ബിനോട് അത് നന്ദി ചെയ്യാൻ പറ്റും. ഒരു ചരിത്രം ഞാനിവിടെ പറയാം. ഹസ്സനുൽ ബസ്രി റഹിമഹുല്ലാഹിന്റെ അടുക്കലേക്ക് ഒരു ദരിദ്രൻ വന്നു. ആ ദരിദ്രനായ വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു വളരെ കുറച്ച് മാത്രമേ എന്നെ അനുഗ്രഹിച്ചിട്ടുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ നീങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ ഹസ്സനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, ഞാൻ താങ്കൾക്ക് ഒരു 5,000 ദീനാർ തരാം, താങ്കളുടെ രണ്ട് കണ്ണിൽ ഒരു കണ്ണ് എനിക്ക് തരുമോ?
അപ്പോ ആ വ്യക്തി സമ്മതിച്ചിട്ടില്ല. അപ്പൊ ഒരു 10,000 ദിനാർ തരാം, അതിനും ഓക്കെ അല്ല. അപ്പോ അതൊരു 50,000 ദിനാർ തന്നാലും അതിനും അയാൾ സമ്മതിച്ചിട്ടില്ല. അപ്പോ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തിരിച്ചങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 50,000 ദീനാറിലധികം വിലയുള്ള 2 കണ്ണുകള് താങ്കളുടെ ശരീരത്തിൽ വെച്ചിട്ടോ താങ്കൾ പറയുന്നു അല്ലാഹു വളരെ കുറച്ച് എന്നെ അനുഗ്രഹിച്ചിട്ടുള്ളൂ എന്ന്? ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തന്നെയല്ലേ നമ്മളെല്ലാവരും? എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ? ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്, എനിക്ക് മറ്റുള്ളവർ അറിയില്ല. ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ശരിക്കും ആഴത്തിൽ ചിന്തിക്കുന്നുണ്ടോ? ശരിക്കും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മുടെ കണ്ണിനെ കുറിച്ചിട്ട്? ഇനി നമ്മുടെ കണ്ണിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ശരിക്കും നമ്മുടെ മനുഷ്യ ശരീരത്തിൽ മസ്തിഷ്കം കഴിഞ്ഞാല് ഏറ്റവും ഭംഗിയുള്ളതും ഒരുപാട് വിവരിക്കാനുള്ള കാര്യങ്ങളൊന്നും കണ്ണ്. നമ്മുടെ കണ്ണിന്റെ ഭാരം വെറും 28 ഗ്രാം മാത്രം. 28 ഗ്രാമാണ്. വെറും 28 ഗ്രാം മാത്രം ഭാരമാണ് നമ്മുടെ കണ്ണിലുള്ളത്. അതുപോലെ അതിന്റെ 2 ഭാഗത്തായിട്ട് അള്ളാഹു സമ്മാനിച്ച കൺപോളകൾ. കൺപോളകളുടെ പേശികളാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആക്റ്റീവായ പേശികൾ. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ആക്റ്റീവ് പ്രവർത്തന സജ്ജമായ മസിൽസ് ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൺപോളകളുടെ മസിൽസ് ആണ്. നമ്മുടെ ഹൃദയം ചലിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കൺപോളകളുടെ മസിൽസ് ചലിക്കുന്നുണ്ട്. മിനിറ്റില് ഒരു 17-18 പ്രാവശ്യം നമ്മുടെ കൺപീലികൾ ചിമ്മുന്നുണ്ട്. നമ്മൾ കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഒരു ദിവസം ഏകദേശം ഒരു 20,000-ത്തിലധികം പ്രാവശ്യം നമ്മുടെ കണ്ണ് ചിമ്മുന്നുണ്ട്. അപ്പൊ അത്രയേറെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മസിലുകൾ, ഈ പേശികൾ, ഇതൊന്നും നമുക്ക് ചിമ്മാൻ പറ്റാത്തൊരവസ്ഥ വന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ഉറങ്ങാൻ കഴിയുമോ? നമ്മുടെ കണ്ണിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു ഒന്ന് തുടച്ചു കയറാൻ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ തടുക്കാം? എന്ത് പ്രൊട്ടക്ഷൻ നമ്മുടെ കണ്ണിൽ ഉണ്ടാവുക അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇത് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കാര്യമല്ലേ? അതുപോലെ നമ്മുടെ കണ്ണിന്റെ അകത്ത് എപ്പോഴും നനവുണ്ടാവും അല്ലേ? നമ്മുടെ കണ്ണിന്റെ അകത്ത് എപ്പോഴും നനവല്ലേ? അപ്പോ ഈ നനവ്, ഈ ഈർപ്പം നിലനിർത്താൻ വേണ്ടി നമ്മുടെ റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ കണ്ണിനകത്ത് സംവിധാനിച്ചു വെച്ചതാണ് കണ്ണുനീര്. ഈ കണ്ണുനീരിന്റെ നനവ് നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്താ? എത്ര ഇറിറ്റേഷൻസ് നമുക്ക് ഉണ്ടാവും അല്ലേ? നമ്മൾ അതിനുവേണ്ടി ഒരുപാട് മെഡിസിൻസ് ഉപയോഗിക്കും. ഇനി എത്ര മെഡിസിൻസ് ഉപയോഗിച്ചാലും അതൊക്കെ താൽക്കാലികമാണ്. കാരണം എത്രയായാലും കണ്ണുനീരിന്റെ ക്വാളിറ്റീസ് ഒരിക്കലും ഈ ഒരു മെഡിസിൻസിനും ആവില്ല. അപ്പോൾ നമ്മുടെ കണ്ണുനീര് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചു വെച്ചത് ഉപ്പ് രസത്തോടു കൂടിയാണ്. അതെന്തിനാണെന്നറിയോ? നമ്മുടെ കണ്ണിന്റെ അകത്തുള്ളത് മാംസകഷ്ണം. ഈ മാംസകഷ്ണം ഒരുപാട് കാലം കേടുകൂടാതെ നശിക്കാതെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കണ്ണിന്റെ അകത്ത് മാംസത്തെ സേവ് ചെയ്യണമെങ്കിൽ അതിന് ഉപ്പ് രസം ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ്. ഇതിന് എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റബ്ബ് ഇതൊക്കെ സംവിധാനിച്ചു വെച്ച്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാനുള്ള ഇതൊക്കെ ഒരു ദൃഷ്ടാന്ത. ശരിക്കും നമ്മുടെ റബ്ബ് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. കാരണം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം തന്നെയെന്ന് ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഖുർആനിൽ കാണുന്നുണ്ട്. കൂടാതെ സൂറത്തു സാരിയാത്തില് 21-ാം ആയത്തില് റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട്, വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ നിങ്ങളുടെ ഈ ശരീരത്തിൽ തന്നെ നോക്ക്. നിങ്ങളത് കണ്ടറിയുന്നില്ലേ? നിങ്ങൾ ശരീരത്തിലേക്ക് നോക്ക്. അതിൽ തന്നെ ദൃഷ്ടാന്തം ഉണ്ട് എന്ന് റബ്ബ് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ ബോഡി തന്നെ നോക്കിയാൽ മതി ദൃഷ്ടാന്തങ്ങൾക്ക് വേണ്ടിയിട്ട്. വേറെ ഉള്ളതെന്നാല് നമുക്ക് പല സന്ദർഭങ്ങളിലും കണ്ണുനീര് വരും. ഒരുപാട് കാര്യങ്ങൾ, ഓരോ സന്ദർഭങ്ങൾ, കാരണം സന്തോഷം വരുമ്പോ, വേദനകൾ വരുമ്പോ, ദുഃഖം വരുമ്പോ, ഇങ്ങനെ പല സന്ദർഭങ്ങളിലും കണ്ണുനീര് വരുന്നുണ്ട് അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വരുന്ന കണ്ണുനീര് കാണാൻ എല്ലാം ഒന്ന് തന്നെയാണ്. കണ്ണുനീര് എപ്പോഴും ഒന്ന് തന്നെയാണ്. പക്ഷെ അത് ഓരോ സന്ദർഭങ്ങളിലും വരുന്ന കണ്ണുനീരിന്റെ ഘടനകളിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പഠനം പറയുന്നത്. അപ്പൊ ഇത്രയേറെ സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലും റബ്ബ് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെ ഓരോ അവയവത്തിനും ചെയ്തു വെച്ചത്. കണ്ണിൽ തന്നെ ചെയ്തു വെച്ചത് അല്ലേ? നമ്മൾ ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്. ഇനി കണ്ണിന്റെ കാഴ്ചയെ കുറിച്ച് ഞാൻ പറയാം. നമ്മളിപ്പോ ഒരു വസ്തുവിനെ നോക്കുമ്പോ നമ്മൾ ആ സമയത്തന്നെ നമ്മൾ വസ്തുവിനെ കാണുന്നുണ്ട് അല്ലെ? നമ്മൾ ടൈം എടുക്കുന്നില്ലല്ലോ. നമ്മൾ കണ്ണോട് ഒരു സാധനത്തിന് കാണുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ? ഒരു സമയം എടുക്കുന്നില്ല. അതേസമയം നമ്മുടെ കണ്ണോ ഏറ്റവും താരതമ്യം ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സാധനം, അത് ക്യാമറ.
ഈ ക്യാമറയിൽ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എന്താ അവസ്ഥ, എങ്ങനെ ഉണ്ടാവുക? നമ്മൾ ആദ്യം ആ ഒരു വസ്തുവിനെ ഒന്ന് ഫോക്കസ് ചെയ്യണം, എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് ശരിയായി പിടിക്കണം. നമ്മളെ കൈക്കെങ്ങാനും ഒരു വിറയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്താൽ ശരിയാവുകയും ചെയ്യണം അല്ലേ? എന്നിട്ട് അത് കൊണ്ടുപോയി എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ മുന്നിലേക്ക് കാണുന്ന സമയവും നമ്മളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന സമയവും വെച്ച് നോക്കിയേ. സുബ്ഹാനല്ലാഹ്, എത്ര ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡില് 50-ലധികം കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് റബ്ബ് സുബ്ഹാനല്ലാഹ് നമ്മുടെ കണ്ണിൽ തന്നിട്ടുണ്ട്. ഒരു സെക്കൻഡിൽ 50-ലധികം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ്. ശരിക്കും നമ്മുടെ കണ്ണിന്റെ പ്രവർത്തനം മനസ്സിലാക്കിയിട്ടാണ് ക്യാമറ തന്നെ ഉണ്ടാക്കിയതെന്നാ പറയപ്പെടുന്നത്. നമ്മുടെ കണ്ണിന്റെ പ്രവർത്തനവും പ്രകാശവും തമ്മിലുള്ള ബന്ധം നോക്കിയിട്ടാണ് ക്യാമറ തന്നെ ഉണ്ടാക്കിയതെന്നാ പറയുന്നത്. അതും ഈ ക്യാമറ നിർമ്മിച്ചത് മുസ്ലിം ശാസ്ത്രജ്ഞനാണ്. 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു ഹൈത്തം എന്നു പേരുള്ള മുസ്ലിം ശാസ്ത്രജ്ഞനാണ് ക്യാമറ ആദ്യമായി നിർമ്മിച്ചത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാല് നമ്മളൊരു വസ്തുവിനെ ആദ്യമായിട്ടും, അത് കണ്ണിന്റെ ഒരു അത്ഭുതമാണ്, നമ്മുടെ ആദ്യമായിട്ടൊരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ ഏതൊരു വസ്തുവും നമ്മുടെ റെറ്റിനയിൽ പതിക്കുക തലകീഴായിട്ടാണ്. പക്ഷെ നമ്മൾ കാണില്ല, നമ്മുടെ കണ്ണോട് കാണുന്നത് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് തന്നെയാണ്, എല്ലാം ശരിയായിട്ടാണ്. പക്ഷെ ശരിക്കും നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നത് തലകീഴായിട്ടാണ്. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു പിക്ചർ എന്ത് കാണുമ്പോഴും ശരിക്കും രണ്ടായിട്ടാണ് നമ്മളെ കണ്ണിൽ, നമ്മുടെ റെറ്റിനയിൽ പതിയുന്നത്. പക്ഷെ നമ്മുടെ കണ്ണെന്ത് ചെയ്യുന്നല്ലോ, ആ സ്പോട്ടില് തലച്ചോറിലേക്ക് ഈ ചിത്രങ്ങളെ, ഈ തലകീഴായ ചിത്രങ്ങളെയും ഈ ദ്വിമാന ചിത്രങ്ങളെയും ഒക്കെ സ്പോട്ടിൽ തലച്ചോറിലേക്ക് എത്തിക്കും. ഒരു നേരിയ ഞരമ്പിലൂടെയാണ് തലച്ചോറിലേക്ക് എത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് തലച്ചോറാണ് സ്റ്റുഡിയോ. ആ തലച്ചോറിന് ഈ ഇമേജിനൊക്കെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ കണ്ണിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ കണ്ണോട് ഇതൊന്നും കാണുന്നില്ല. നമ്മുടെ കണ്ണോട് കാണുന്നത് പറഞ്ഞാൽ എല്ലാം സ്ട്രെയിറ്റാ, എല്ലാം നേരെയിട്ടാണ് അല്ലേ? പക്ഷെ ഇതൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിന്റെ എത്രയോ ചെറിയ അംശത്തിലാണ്, അത്രയും ചെറിയ അംശത്തിലാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ കണ്ണോട് നോക്കുമ്പോൾ ഇതൊന്നുമല്ലല്ലോ കാണുന്നത്. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഇതൊക്കെ തനിയാകുന്നതാണോ? അല്ലല്ലോ, ഇതൊന്നും തനിയാകുന്നതല്ല. ശരിക്കും ഈ കണ്ണുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ തനിയാവാതെ ഒരു ശക്തി ഉണ്ടാവും അല്ലെ? എന്തായാലും ഒരു ശക്തിയില്ലേ? ആ ശക്തിയായ നമ്മുടെ റബ്ബ്, ആ റബ്ബിനെ നമ്മൾ എന്തായാലും നമ്മളെ റബ്ബിനോട് എത്ര നന്ദി ചെയ്യാനുണ്ട്. നമ്മൾ ആരുമല്ല ഇത് സെറ്റ് ചെയ്തത്, ഒരു സയന്റിസ്റ്റോ ഒരു ഡോക്ടറോ ആരുമല്ല. ഇനി നമ്മൾ എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും, ഒരു ബയോളജി എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും, കണ്ണിനെ കുറിച്ചിട്ടും കണ്ണിന്റെ ഘടനയെ കുറിച്ച് എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും, ഇതൊക്കെ ആദ്യം ചെയ്തതെന്ന് സെറ്റ് ചെയ്തത് ഈ കണ്ണിന്റെ പുറമേയുള്ള കാര്യങ്ങളെ കുറിച്ചല്ലേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇതിന്റെ അകത്തൊക്കെ പല കാര്യങ്ങൾ സംവിധാനിച്ചു വെച്ച് നമ്മുടെ റബ്ബിന്റെ കഴിവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, കോടാനുകോടി ജനങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമി വലിയ ഭൂമിയാണല്ലേ, കോടാനുകോടി. പക്ഷെ ഈ ഭൂമി സൂര്യനിൽ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് സ്പേസ് പിന്നെയും ബാക്കിയുണ്ട്. അപ്പം നോക്കിയാട്ടെ, സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിന്റെ വലിപ്പം എത്രയായിരിക്കും? അങ്ങനെയുള്ള ആ ഭൂമിയിലെ ഒരു ചെറിയ ഇത്തിരി പോന്ന മനുഷ്യൻ, ഇങ്ങനെയുള്ള ഒരു മനുഷ്യന് ഇത്രയും ശക്തിമത്തായ ഈ ദുനിയാവിലെ ആകാശമണ്ഡലങ്ങളും മറ്റുള്ളതൊന്നും വേണ്ട, അതൊക്കെ അവിടെ വെച്ച് നമ്മുടെ ബോഡിയിലുള്ള കാര്യം മാത്രം പറയും. എന്നിട്ട് ഈ ഒരു മനുഷ്യൻ ഏറെ കാര്യങ്ങൾ സംവിധാനിച്ച റബ്ബിനെ നിഷേധിക്കുന്നത് എത്ര വിഡ്ഢിക്കാണ്, എത്ര ധിക്കാരാണ് അല്ലെ? കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വെറും 28 ഗ്രാം മാത്രം ഭാരമുള്ള ഒരു കണ്ണിന്റെ അനുഗ്രഹങ്ങൾ തന്നെ പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഉണ്ട് കണ്ണിന്റെ കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റബ്ബ് നമുക്ക് സൃഷ്ടിച്ചെന്ന നമ്മുടെ ഈ ബോഡിയിലെ ഓരോ എക്സ്റ്റേണലും ഇന്റേണലും ആയിട്ടുള്ള ഓരോ അവയവത്തിന്റെയും ഓരോന്നിന്റെയും അനുഗ്രഹങ്ങൾ വെച്ച് നോക്കി അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണ്ടേ, നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നമ്മൾ നന്ദി കാണിച്ചാലും ഓരോ അവയവത്തിന്റെ അനുഗ്രഹത്തിന്റെ വലിപ്പം പോലും ആവില്ല അല്ലേ? സുബ്ഹാനല്ലാഹ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് കാര്യം, നമ്മൾ റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് തീരില്ല. പക്ഷെ നമ്മളത് ചിന്തിക്കുന്നില്ല, അതാ പ്രശ്നം. അപ്പോ നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ഞാൻ എന്നോട് തന്നെയാ പറയുന്നത്. കാരണം നമ്മളൊക്കെ നമ്മുടെ ദുനിയാവിന്റെ പളവളപ്പിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്നും ഒരുപാട് ചിന്തിക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഓരോ ഇതിലും
ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ചിന്തിച്ച് നമുക്ക് എത്തൂല. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നന്നായി ചിന്തിക്കാനും അത് ആഴത്തിൽ തിരിച്ചറിഞ്ഞ് അവരോട് മരണം വരെ നന്ദിയുള്ളവരായി ജീവിക്കാൻ നമ്മളിൽ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.